ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് മാമിയും കുട്ടികളും വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമുക്ക് മന്തി ആയിരുന്നു. അതിന് ആദ്യം മസാല ഒക്കെ കൂട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അടുപ്പത്ത് അത് വേവിക്കാനൊക്കെ ആയി വെച്ചിട്ടുണ്ട്. അപ്പത്തിന് ഉമ്മച്ചി അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി അരിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉമ്മച്ചി കുറേ പ്രാവശ്യം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളത്തിൽ കിടന്നൊന്ന് കുതിരട്ടെ അരി. നിങ്ങൾക്ക് കാണാൻ നന്നായി നമ്മൾ അരിയെ കഴുകി എടുക്കണം. അപ്പം അരിയെ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് മുങ്ങിത്താവട്ടെ. അപ്പത്തിന് നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ ചൂടായി വരും കേട്ടോ. നന്നായി നമുക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നന്നായി കുതിർത്തി വെച്ചിട്ട് അപ്പോഴേക്കും എൻ്റെ മാമിയും എന്താ പറയുക എഗ്ഗും സൺഫ്ലവറൊക്കെ ഒഴിച്ചിട്ട് മയോണീസ് തയ്യാറാക്കാനും. ചിക്കന് അപ്പത്തിന് അടുപ്പത്ത് കിടന്നിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പത്തിന് ഇതൊക്കെ സെറ്റാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ മയോണീസ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് തക്കാളി ചട്നിയാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് മാമി ഇളക്കി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ മന്തിക്ക് ഇതൊക്കെയാണ് ഉണ്ടാക്കാറ്. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചമ്മന്തിയൊക്കെ ആക്കും. പിന്നെ ചോറ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി. ചോറിനുള്ള വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണക്ക നാരങ്ങ, പട്ട, അങ്ങനെ ഓരോ സാധനങ്ങളാണ്. അത് നമുക്ക് വെള്ളത്തിൽ ഇടണം. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയിലയും ചപ്പും ചോറൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ അരിഞ്ഞെടുത്ത് അപ്പോൾ നമ്മളെല്ലാതും റെഡിയാക്കി ദമ്മിലിട്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനി ഇത് തുറക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉച്ച സമയത്തപ്പോൾ ഞങ്ങൾ തുറന്നു. അപ്പോൾ ഇതാ തുറന്നിട്ട് ആ ഉള്ളിലത്തെ സാധനമില്ലേ അതൊക്കെ മാറ്റി. അത് ചാർക്കോലാണ്. അപ്പോൾ ചാർക്കോളിന് പകരം ഞങ്ങൾ അടുപ്പിൽ കനലെടുത്തിട്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കാൻ ചെയ്യുന്നത്. പിന്നെ മമ്മി ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ മുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളൊരു വലിയൊരു പാത്രമുണ്ട്, അതിലാണ് നമ്മൾ സെർവ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് അത് നിറയണ വരെ കുറച്ചാക്കും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മയോണീസൊക്കെ എടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ളതാക്കി എടുക്കാൻ പറ്റും. പിന്നെ മയോണീസ്, തക്കാളി, പിന്നെ മയോണീസ് ചട്നിയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഞങ്ങൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.